Today we have 2003 model Honda City, a fully loaded Type 2 City. ഫിറ്റിങ്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ ആഡ് ഓൺ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 16 സൈസിൽ വരുന്ന ഇമ്പോർട്ടഡ് അലോയ്സ് ആണ് വരുന്നത്. ലോ പ്രൊഫൈൽ ടയേഴ്സും ഉണ്ട്. അതുപോലെ 4 സൈഡും വൈറ്റ് ബോഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ബോണറ്റിൻ്റെ 2 സ്കൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കസ്റ്റം ഗ്രില്ലാണ് വരുന്നത്. പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു പുറത്തത്തെ ഒരു കൺസെപ്റ്റിലാണ്, അതായത് ഒരു ഇൻടേക്ക് എന്ന രീതിയിലാണ്, ഫേക്ക് ആട്ടോ, ഒരു ഇൻടേക്ക് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കാർബൺ ഡിപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഡിപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഒരു ഫോഗ് ലൈറ്റ്, പിന്നെ ബമ്പേഴ്സിൻ്റെ അടിയിലൊരു ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫേക്ക് ഇൻ്റർകൂളർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു ജാഡിയം ലുക്കിലേക്ക്. ഓക്കെ, പിന്നെ അതുപോലെ ബമ്പറിൽ തന്നെ ഒരു കസ്റ്റം ഒരു വർക്ക് ബമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ജാസിൻ്റെ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റം ബിൽഡാണ് കേട്ടോ. അതുപോലെ എക്സോസ്റ്റിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റിൻ്റെ എക്സിറ്റ് വരുന്നത് ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തൂടെ കേട്ടോ. അതൊരു ഇമ്പോർട്ടഡ് എക്സോസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ബാങ്ങർ കിറ്റും ഫ്ലെയിം കിറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. 2 കിറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ബാക്ക് സൈഡ് വരുന്നത്, കിറ്റും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡ് നോക്കാം. അതുപോലെ നമ്മളെ ഹെഡേഴ്സ് ഫുൾ സിസ്റ്റം ബായ് ഹെഡേഴ്സാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതും ഒരു ഇൻ്റർകൂളറും കാര്യങ്ങളും വേറെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ജാഡിയം ലുക്കിൽ വരുന്ന ഒരു നല്ല സ്റ്റെയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗിയർ നോബ് ആഡ് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഫിറ്റിങ്സ് ഈ വണ്ടിയിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പേപ്പർ ഭാഗവും കാര്യങ്ങളെല്ലാം ഫിറ്റാണ്. പുതിയ പേപ്പറിലാണ് പറയുന്നത്. ഫുള്ളി ഷോസ്പെക്കായുള്ള ഈ ഒരു വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3.5 lakhs ആട്ടോ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.